ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടി ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ആ ചാപ്റ്റർ ചോദിക്കാവുന്ന 2 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചോദ്യം എന്താണെന്ന് ചെയ്യണം, ഈ ചോദ്യത്തിന് ആൻസർ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് അയണൈസേഷൻ കോൺസ്റ്റന്റ്, എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒക്കെ എന്ന് പറയുന്നു. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ, ഒരു വീക്ക് ആസിഡിന്റെ pH കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റിലോട്ട് കിടക്കാം, അതിനുശേഷം ഇത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും ഇതുപോലെ ചോദ്യം വന്നാൽ മുഴുവൻ മാർക്കും നേടാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാൻ മാക്സിമം ശ്രമിക്കാം. നിങ്ങൾ എല്ലാവരും ഇന്ന് കാണുക. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുള്ള പണിയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കിടലിനായിട്ടുള്ള ഒരു ചോദ്യമാണ്. കിടലിനായിട്ടൊരു ആൻസർ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ എല്ലാവരും. The ionization constant of nitrous acid 4.5 into 10⁻⁻⁴. അയണൈസേഷൻ കോൺസ്റ്റന്റ് തന്നിരിക്കുന്നു. റെഡി? അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാം. കാൽക്കുലേറ്റ് pH ഓഫ് 0.04 മോളാർ സൊല്യൂഷൻ ഓഫ് നൈട്രസ് ആസിഡ് ഇൻ വാട്ടർ. വാട്ടറിൽ നൈട്രസ് ആസിഡ് മിക്സ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കോൺസെൻട്രേഷൻ 0.04 മോളാർ ആണ്. അതിലുള്ള എച്ചിന്റെ കോൺസെൻട്രേഷൻ, H+ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചിട്ട് pHന്റെ കണ്ടുപിടിക്കുകയാണ്. നമുക്ക് pH കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് അല്ലേ. നമുക്ക് ഈ സൊല്യൂഷനിലുള്ള H+ന്റെ അളവുകൾ അറിഞ്ഞാൽ അതിന്റെ ലോഗ് കണ്ടുപിടിച്ച് -ഇട്ട് കൊടുത്താൽ പോലെ. നമ്മൾ സാധാരണ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു. ഇന്നലെ അടക്കം ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ സ്ട്രോങ് ആസിഡുകളുടെ എല്ലാം തന്നെ pH വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയുണ്ടായി. അവിടെ കൃത്യമായി നമുക്ക് H+ന്റെ അളവുകൾ അറിയാൻ പറ്റി. H+ന്റെ അളവ് അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ ലോഗ് കണ്ടുപിടിക്കുക, ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, അതാണ് നമ്മുടെ pH എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഈ HNO2 മുഴുവനായിട്ടും H+ഉം NO2 ആയിട്ട് മാറില്ല. ഒരു HCl എടുക്കുന്നത്, HCl എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു H+ ഒരു Cl- കിട്ടും. ഇവിടെ നമ്മൾ 100 HCl എടുത്തിട്ടുണ്ടെങ്കിൽ 100 H+കളും 100 Cl- കിട്ടുമെന്ന് കൃത്യമായി നമുക്ക് പറയാം. അപ്പോൾ HClന്റെ അളവ് എത്രയാണോ അത്രയും തന്നെ H+കൾ ഉണ്ടായി എന്ന് പറയാം. കാരണം 100% HCl എന്ത് ചെയ്യുന്നുണ്ട്? ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ HClന്റെ അളവ് എത്രയാണോ അത് തന്നെയായിരിക്കും H+ന്റെ അളവ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസാണ്. പക്ഷെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസ് എടുക്കുമ്പോൾ നോക്കിക്കേ, HNO2 വെള്ളം ചേർത്തു എന്ന് പറഞ്ഞാൽ HNO2 എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് ആയിട്ട് H+ഉം NO2- ആവുക. അതിൽ ഈ H+ എന്ന് പറയുന്നത് വാട്ടറിനോടൊപ്പം ചേർന്നിട്ട് H3O+ ആവും. ഈ H3O+ എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെയാണ്? H+ തന്നെയാണെന്ന് മനസ്സിലാക്കണം. H3O+ന്റെ അളവ് തന്നെയാണ് H+ന്റെ അളവ്. അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ HNO2 എന്തായിട്ട് മാറുന്നില്ല? H+ഉം NO2 ആയിട്ട് മാറുന്നില്ല. കാരണം എന്താണ്? അതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. എങ്ങനെ മനസ്സിലായി? ഡബിൾ സൈഡ് ആരോ നോക്കി നിങ്ങൾ. അത് മാത്രമല്ല നമുക്കറിയാം നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞ ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെയുള്ള മുഴുവൻ HNO2 സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ HNO2ന്റെ അളവ് എന്താണോ അത് തന്നെയായിരിക്കും H+ന്റെ അളവ് എന്ന് നമുക്ക് കൃത്യമായി പറയാം. പക്ഷെ ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മുഴുവൻ ആളുകളും H+ഉം NO2 മാറുന്നില്ല. പിന്നെ എത്രയാണ് സാർ മാറുന്നത്? കുറച്ചാളുകളെ മാറും. ആ കുറച്ചെന്ന് പറഞ്ഞാൽ എത്രയാണ് സാർ? ഇവിടെ ഉണ്ടായിട്ടുള്ള H+ന്റെ അളവ് അറിഞ്ഞാലല്ലേ സാർ നമുക്ക് pH കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉണ്ടായിട്ടുള്ള H+ന്റെ അളവ് അറിയാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ, അവിടെയാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റും അയണൈസേഷൻ കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊരു ആസിഡ് ആണെന്ന് വിചാരിക്കുക. HA എന്ന് പറയുന്ന ഒരു ആസിഡ്, അത് H+ഉം A- ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ H+ന്റെ അളവ് എത്ര എന്ന് കൃത്യമായി നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷേ ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അതായത് ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു 100 HA ഉണ്ടെങ്കിൽ അതിൽ ഒരു 70, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 70 മാത്രമേ എന്തായിട്ട് മാറുന്നുള്ളൂ? അയണുകളായിട്ട് മാറുന്നുള്ളൂ. ബാക്കി 30 അയണുകളായി മാറാതെ നിൽക്കുകയാണ്. ഈ 30ഉം 70ഉം സാർക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്. 100 HA ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 70 മാത്രം എന്താവുന്നു? സ്പ്ലിറ്റ് ആവുന്നു. ബാക്കി 30 ഇവിടെ സ്പ്ലിറ്റ് ആവാതെ കിടക്കുകയാണ്. അപ്പൊ സ്പ്ലിറ്റ് ആവാതെ കിടന്നത് എത്രയാണ്, സ്പ്ലിറ്റ് ആയത് എത്രയാണ് എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിയുക സാർ? എന്തുകൊണ്ട് അതിനൊരു ഇക്വേഷൻ മറ്റു കാര്യങ്ങളെ കൊണ്ട് അതിലോട്ട് നമുക്ക് വേഗം കിടക്കാം. അതാണ് നമ്മൾ പ്രോബ്ലത്തോട് നയിക്കുക. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇവിടെ HA എന്ന് പറഞ്ഞ H+ഉം A- ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇനീഷ്യലി ഇവിടെ ഉണ്ടാകുന്ന കാര്യം എന്താ നമുക്ക് നോക്കാം. ഇനീഷ്യൽ സ്റ്റേജിൽ ഇവിടെ മുഴുവനായിട്ടും എന്തുണ്ട്? HA ഉണ്ട്. മുഴുവനായിട്ടും അവിടെയുള്ള കോൺസെൻട്രേഷൻ C എന്ന് പറയാം. മുഴുവനായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? C ആണ്. ഇനീഷ്യലി HA മാത്രമേ അവിടെയുള്ളൂ, അയണുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ H+ന്റെ അളവ് 0, A- അളവ് 0. ക്ലിയർ അല്ലേ? ഇത് ഇനീഷ്യലി ഉള്ള സ്റ്റേജ് ആണ്. ഫൈനൽ കേസിൽ അഥവാ ഇക്വിലിബ്രിയത്തിൽ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള കുറച്ചാളുകൾ ഈ C എന്ന് പറയുന്ന കോൺസെൻട്രേഷന്റെ കുറച്ച് പോർഷൻ A+ഉം A- ആയിട്ട് മാറും. H+ഉം A- ആയിട്ട് മാറും. കുറച്ച് പോർഷൻ എന്തായിട്ട് മാറുന്നില്ല? അയണുകളായി മാറാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ C എന്ന് പറയുന്നതിന്റെ 0.7 പോർഷൻ H+ ആയി എന്ന് വിചാരിക്കാം. അത് C എന്ന് പറയുന്നതിന്റെ 0.7 ഭാഗവും
എച്ച് പ്ലസും എ മൈനസ് ആയിട്ട് മാറിയെങ്കിൽ ബാക്കി എത്രയായിരിക്കും മാറാതെ കിടക്കുന്നുണ്ടായിരിക്കുക? സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ആണ് മുഴുവൻ ഉള്ളത്. ഓക്കെ, മുഴുവൻ എച്ച് ഇതാണ്. അതിന്റെ 0.7 ഭാഗം മാത്രം അയണുകളായിട്ട് മാറി. ബാക്കി എത്ര അയണുകളായിട്ട് മാറിയിട്ടുണ്ടാവില്ല? 0.3 അല്ലേ? 0.3 അല്ലേ? 0.3 സി ഇൻറ്റു 0.3 അല്ലേ? അപ്പൊ 0.3 സി പോർഷൻ എന്ത് ചെയ്തിട്ടില്ല? അയണുകളായി മാറിയിട്ടില്ല. 0.7 പോർഷനാണ് അയണുകളായി മാറിയിരിക്കുന്നതെങ്കിൽ അവിടെയുള്ള എച്ച് പ്ലസിന്റെ അളവ് എത്രയായിരിക്കും? 0.7 സി. അതേപോലെ എ മൈനസിന്റെ അളവ് എന്തായിരിക്കും? സി ഇൻറ്റു 0.7 അല്ലേ? അതായത് 0.7 പോർഷൻ എച്ച് പ്ലസും എ മൈനസുമായി മാറി. 0.7 പോർഷൻ എച്ച് പ്ലസും എ മൈനസുകളായിട്ട് മാറി. അപ്പൊ എ മൈനസുകളുടെ അളവ് 0.7 ഇൻറ്റു സി ആണ്. സിയുടെ 0.7 പോർഷൻ. എച്ച് പ്ലസിന്റെ അളവ് എത്രയാണ്? സിയുടെ 0.7 പോർഷൻ. ഇത്രയും ഓക്കെ അല്ലേ? മാറാതെ കിടക്കുന്ന അയണ മീൻസ് എച്ച് യുടെ അളവ് എത്രയാണ്? മാറാതെ കിടക്കുന്നത് സിയുടെ 0.3 പോർഷൻ. ആക്ച്വലി 0.3 എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്? ഈ 0.3 എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? സാർ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ആ 1ന്റെ 0.7 പോർഷൻ അയണുകളായി മാറിയിട്ടുണ്ടെങ്കിൽ ബാക്കി 0.3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുമല്ലോ. അതെങ്ങനെ കിട്ടി? 1 മൈനസ് 0.7 അല്ലേ? 1ൽ നിന്ന് 0.7 അയണുകളായിട്ട് മാറി. ബാക്കി 0.3 എന്തല്ല? അയണുകളായിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്ത് നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു 1 മൈനസ് 0.7 എന്ന് എഴുതാം. ശരിയല്ലേ? സി ഇൻറ്റു 1 മൈനസ് 0.7 എന്ന് എഴുതാം. ഇവിടെയുള്ള വീക്ക് ആസിഡ് അല്ലെങ്കിൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൽ എത്ര ഭാഗമാണ് അയണുകളായി മാറിയത്? 0.7. ആ 0.7 എന്ന് പറയുന്നതിനാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുക. എത്ര ആളുകൾ അയണുകളായിട്ട് മാറി, എത്ര പോർഷൻ അയണുകളായിട്ട് മാറി എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? സി ആൽഫ എന്ന് കൊടുക്കുന്നു. ഇവിടെയും ഞാൻ സി ആൽഫ എന്ന് കൊടുക്കുന്നു. എങ്കിൽ ഈ ഭാഗം എന്തായിരിക്കും? സി ഇൻറ്റു 1 മൈനസ് ആൽഫയാണ്. ശരിയല്ലേ? സി ഇൻറ്റു 1 മൈനസ് ആൽഫ. അപ്പൊ മുകളിലുള്ള ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അങ്ങോട്ട് മായ്ച്ചു കളയുന്നുണ്ട്. ബാക്കിയുള്ളതിനെ അങ്ങോട്ട് നിർത്തും. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഉള്ള അയണുകളുടെ എണ്ണം എത്രയാണ്? ഇക്വിലിബ്രിയത്തിലുള്ള എച്ച് പ്ലസുകളുടെ അളവെന്ന് പറഞ്ഞാൽ സി ആൽഫ. ഇക്വിലിബ്രിയത്തിലുള്ള എ മൈനസുകളുടെ അളവെന്ന് പറഞ്ഞാൽ സി ആൽഫ. ഇക്വിലിബ്രിയത്തിൽ അയണുകളായി മാറാത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് അളവെന്ന് പറയുന്നത് സി ഇൻറ്റു 1 മൈനസ് ആൽഫയാണ്. അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിലുള്ള കേസ് ആണെങ്കിൽ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? കെ എന്തായിരിക്കും? പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ അല്ലേ? പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? എച്ച് പ്ലസിന്റെയും എ മൈനസിന്റെയും കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സി ആൽഫ ഇൻറ്റു സി ആൽഫ ഡിവൈഡഡ് ബൈ എന്താണ്? റിയാക്ടന്റ് ഏതാണ്? സി ഇൻറ്റു 1 മൈനസ് ആൽഫ അല്ലേ? റിയാക്ടന്റെ അളവ് സി ഇൻറ്റു 1 മൈനസ് ആൽഫ. സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫയാണ്. സിയും സിയും വെട്ടിപ്പോയ ബാക്കി സി സ്ക്വയറും സിയും വെട്ടിപ്പോയി. അപ്പോൾ സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഇതാണ് കെ എന്ന് പറയുന്നത്. റെഡി? ഇതില് മുകളിൽ കൊടുത്തിരിക്കുന്ന സി ആൽഫ സ്ക്വയറിനെ പറയുന്നത്, സി ആൽഫ സ്ക്വയറിനെ മാത്രം പറയുന്നതാണ് അയണൈസേഷൻ കോൺസ്റ്റന്റ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യം അയണൈസേഷൻ കോൺസ്റ്റന്റ് കെ എ എന്ന് പറയും. അത് സി ആൽഫ സ്ക്വയർ ആണ്. റെഡി? അപ്പൊ ഈ സി ആൽഫ സ്ക്വയറിൽ നിന്ന് നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഈ ഇക്വേഷൻ അത് കണ്ടുപിടിക്കുക? കെ എ ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, കെ എ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. കെ എ എന്ന് പറഞ്ഞാൽ ദാ അയണൈസേഷൻ കോൺസ്റ്റന്റ് ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. നമുക്കിതിൽ നിന്ന് ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ ആൽഫ സ്ക്വയർ ഈക്വൽ ടു കെ എ ബൈ സി ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് കെ എ ബൈ സി ആണ്. അപ്പോൾ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഐഡിയ മനസ്സിലായോ? സിയും ആൽഫയും തന്നാൽ കെ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. കെയും സിയും തന്നാൽ ആൽഫ കണ്ടുപിടിക്കാനും അറിഞ്ഞിരിക്കണം. ആൽഫ കിട്ടിയാൽ എങ്ങനെയാ കോൺസെൻട്രേഷൻ? ആൽഫ കിട്ടിയാൽ എങ്ങനെയാ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ പറയാ? എടാ മക്കളെ, എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സി ആൽഫയാണ്. സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ സെറ്റാക്കി. ആൽഫ ഈക്വൽ ടു എന്താണ്? റൂട്ട് കെ ബൈ എ ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിൽ നോക്കണേ, ഇതാണ് നമ്മളുടെ റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ HNO3യുടെ അളവ് എത്രയായിരിക്കും? സി ഇൻറ്റു 1 മൈനസ് ആൽഫ ആയിരിക്കും. H3O പ്ലസുകളുടെ അളവ് അഥവാ എച്ച് പ്ലസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സി ആൽഫയാണ്. NO2 മൈനസിന്റെ അളവ് എത്രയാണ്? സി ആൽഫയാണ്. അല്ലെ? നമുക്ക് വേണ്ടത് ആരുടെ അളവാണ്? നമുക്ക് വേണ്ടത് H3O പ്ലസിന്റെ അളവ് അഥവാ എച്ച് പ്ലസിന്റെ അളവ് അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് എന്ന് പറഞ്ഞല്ലോ. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്.
H3O+ന്റെ അളവ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എത്രയാണത്? സി ആൽഫയാണ്. സി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0.04. ആൽഫ ക്വസ്റ്റനിൽ തന്നിട്ടില്ല. ആൽഫ കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ് ഉണ്ട്, മീൻസ് ആൽഫ കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ ഉണ്ട്. ആൽഫ ഈക്വൽ ടു നമുക്ക് ഹിന്റ് ആയിട്ട് ഇവിടെ ക്വസ്റ്റനിൽ ഇത് തന്നിട്ടുണ്ട്. ഇതൊക്കെ തരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കണേ. ആൽഫ ഈക്വൽ ടു റൂട്ട് കെ എ ഡിവൈഡഡ് ബൈ സി ആണ്. ഈക്വൽ ടു റൂട്ട് കെ എ എത്രയാണ്? 4.5 ഇൻറ്റു 10⁻⁴ ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? കോൺസെൻട്രേഷൻ 0.04 അല്ലേ, ഇൻറ്റു ഇല്ല 0.04. അപ്പോൾ ഈ നമ്പർ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്നത് റൂട്ട് 112 ഇൻറ്റു 10⁻⁴ ആണ്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 0.106 എന്ന് കിട്ടും. ഇതന്നെ കിട്ടുന്നുണ്ട്, ഈ നമ്പർ തന്നെ കിട്ടുന്നുണ്ടോ നിങ്ങളെല്ലാം നോക്കുക. അപ്പോൾ ആൽഫ കിട്ടി. സി ക്വസ്റ്റനിലുണ്ട് കേട്ടോ. സി എത്രയാണ്? 0.04 ആണ്. അതല്ല നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സി എന്ന് പറഞ്ഞാൽ 0.04 ആണ്, ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ 0.106 ആണ്, ഈക്വൽ ടു 0.00424 എന്ന് കിട്ടും. എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് H+. ഇനി വളരെ ഈസി ആയിട്ട് pH കണ്ടുപിടിക്കാമല്ലോ. pH ഇസ് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാണ്? 0.00424 എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് നെഗറ്റീവ്, ഈ നെഗറ്റീവ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2.373 എന്നാണ്. pH എത്രയാണ്? 2.373 തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ നോക്കുക. ഇതുപോലെ ഏതൊരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനും ചോദിക്കാം. pH തന്നെ വേണമെന്നില്ല, pH തന്നെ കണ്ടുപിടിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങളോട് അയണൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അതിന് സി ആൽഫ സ്ക്വയർ, അപ്പോൾ സിയും ആൽഫ സ്ക്വയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആൽഫ തന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ചോദിക്കാം, ആൽഫ, അതിന് കെ എ തന്നിട്ടുണ്ടാവണം. അപ്പോൾ അത് ഈ ഇക്വേഷനൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ എല്ലാവരും പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നു. എന്ത് ദിവസം ഞാൻ മനസ്സിലായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിട്ടുന്ന ടോപ്പിക് ആയിരുന്നു. താങ്ക് യു. ക്ലാസിനെ കുറിച്ച് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ലൈവിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം.